അൺസ്ക്രിപ്റ്റഡ് ബൈ ഷ്യാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഓലത്താണ്. അതിനുള്ളിലോട്ട് മാറി ഒരു കൊച്ചു നാട്ടിൻ പ്രദേശമുണ്ട്. ഇരുവൈക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഒരു കൊച്ചു ഹോട്ടലുണ്ട്. കൊച്ചു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നല്ല ചെറിയ ഹോട്ടലാണ്. അതാ എൻ്റെ പുറകെ കാണുന്നതാണ് ഹോട്ടൽ. ഇവിടെ ഹോട്ടലിൻ്റെ പേര് നാടൻ തട്ടുകട എന്നാണ്. പക്ഷേ അറിയപ്പെടുന്നത് ചന്ദ്രൻചേട്ടൻ്റെ ചായക്കട എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇവിടെ വിളമ്പുന്ന ഫുഡുണ്ടല്ലോ മക്കളെ, ക്ലാസ് ഫുഡാണ്. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിനു മുന്നേ ഇവിടെ 2-3 വട്ടം വന്ന് കഴിച്ചിട്ടുണ്ട്. അത്രയും കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പന്നിത്തോരനുണ്ട്, ബീഫ് തോരനുണ്ട്, ചിക്കൻ തോരനുണ്ട്. തോരൻ ഐറ്റംസാണ് ഇവിടെ സ്പെഷ്യലായിട്ട് വരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ചോറ്, മീൻ കാര്യങ്ങൾ, പിന്നെ കപ്പയുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ തോരൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പല ഐറ്റം തോരൻസും കഴിച്ചിട്ടുണ്ട്. ഈ പന്നിത്തോരൻ, ചിക്കൻ തോരനൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇതിലായിട്ടും ബീഫ് തോരൻ കഴിച്ചിട്ടില്ല. അപ്പോൾ അതിനെല്ലാം ഒരു സെയിം പാറ്റേൺ അല്ലെങ്കിൽ സെയിം രുചി ആയിരിക്കും എല്ലാത്തിനും വരുന്നത്. പക്ഷേ ഇവിടുത്തെ തോരൻ എന്ന് പറയുന്നത് ഒരു നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ വിശേഷങ്ങളുമാണ്. വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് കേട്ടോ ചന്ദ്രൻ ചേട്ടൻ. എത്ര വർഷമായിട്ടോ ഇവിടെ കട തുടങ്ങിയിട്ട്? ഇവിടെ ഇത് 5ാമത്തെ കടയാണ്. ഇത് 5ാമത്തെ കടയാണ്. ഞാൻ മൊത്തം തുടങ്ങിയിട്ട് 24 വർഷമായി. അപ്പോൾ ഈ കട ഇവിടെ തുടങ്ങിയിട്ട് എത്ര വർഷം? 3 വർഷമായി. ഈ ഷാപ്പിൽ നിന്നുള്ള പരിചയമാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങി തുടങ്ങിയിട്ട് 33 വയസ്സിലാണ്. സാമ്പത്തികം നോക്കുന്നില്ല. നമ്മുടെ കാര്യത്തിന് നമ്മൾ ചെയ്യുന്ന തൊഴിൽ കൊള്ളാമെന്നുള്ളത് കൊണ്ട് ഓരോരുത്തർ ഞാൻ ഇതിനു മുന്നേ വന്ന് കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇന്ന് ഞാൻ ചിക്കൻ തോരൻ, ഞാൻ അന്ന് വന്നപ്പോഴത്തേക്ക് എനിക്ക് ചിക്കൻ തോരൻ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഓണം വരെ എന്തായാലും ചിക്കൻ തോരൻ കിട്ടത്തില്ല. ഞാൻ ചിക്കൻ തോരൻ പ്രതീക്ഷയാണ് വന്നത്. പക്ഷേ ഇന്ന് ചിക്കൻ തോരൻ കിട്ടത്തില്ല. ഇന്ന് ബീഫ് തോരൻ മാത്രമേ ഉള്ളൂ. പന്നിത്തോരൻ ഏതൊക്കെ ദിവസമായിട്ടുള്ളത്? ഞായറും ബുധനും മാത്രമേ ഉള്ളൂ. ഞായറും ബുധനും മാത്രമേ ഉള്ളൂ. പിന്നെ രാവിലെ എത്ര മണി തൊട്ട് 6 മണിക്ക് ചായ തുടങ്ങും. 8 മണിക്ക് ചായ നിർത്തും. വൈകുന്നേരം എത്ര മണി വരെ? 3:30 മണി വരെ. 4 മണി. അതിനകത്ത് മൊത്തത്തിലും ക്ലോസ് ചെയ്യും. ബീഫ് തോരൻ നല്ല രീതിയിൽ കിടന്ന് തിളയ്ക്കുന്നത്. ഇവിടെ വറവെടുപ്പിലാണ് കേട്ടോ വയ്ക്കുന്നത്. ഇവരെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇവർ തന്നെ 2 കല്ലൊക്കെ എടുത്ത് വെച്ച് അടുപ്പൊക്കെ കൂട്ടി വിറകടുപ്പിലാണ് വയ്ക്കുന്നത്. ഇവിടെ തന്നെ അരി ഇവിടെ ഇരിപ്പുണ്ട്. മരിച്ചിൻ്റെ കാര്യങ്ങളെല്ലാം അപ്പുറത്ത് അപ്പുറത്താണ് ഇരിക്കുന്നത്. കാണിച്ചു തരാം. മരിച്ചിനെയാണ് അതുകൊണ്ട് ഇരിക്കുന്നത്. അങ്ങനെ കൂട്ടാനൊക്കെ എത്തിയിട്ടുണ്ട്. തോരൻ, അച്ചാറ്, മീൻ കറി. ഇതാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ സാലഡ്. ഉള്ളി ഇങ്ങനെ അരിഞ്ഞിടും. ഉള്ളിയും കാന്താരിമുളകും ഉപ്പും നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചാണ് കേട്ടോ ഇവിടെ സാലഡ്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കാന്താരിമുളകൊക്കെ ഉള്ളതുകൊണ്ട് എരിയുണ്ട്. ഇത്രയാണ് കേട്ടോ നമുക്ക് ഊണിൻ്റെ കൂടെ കിട്ടുന്നത്. മീൻകറി കിട്ടി, അവിയൽ, തോരൻ, നാരങ്ങ അച്ചാറ്, സാലഡ്, പിന്നെ മീൻ പൊരിച്ചത്. എനിക്ക് പച്ചവെള്ളം മതി. ഇതാണ് കേട്ടോ ഇവിടുത്തെ ബീഫ് തോരൻ. സാധാരണ ദിവസങ്ങളിലും ഇന്ന് ബീഫ് തോരനും കോഴിത്തോരനും കിട്ടേണ്ടതാണ്. പക്ഷേ ഓണമൊക്കെ ആയതുകൊണ്ട് കച്ചവടമൊക്കെ കുറവായിരിക്കും, ആൾക്കാരൊക്കെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ബീഫ് തോരൻ മാത്രം ആക്കിയത്. പക്ഷേ പന്നിത്തോരൻ ഉള്ളത് ബുധനും ഞായർ ദിവസങ്ങളിൽ മാത്രം. പന്നിത്തോരൻ ഇല്ലാത്ത ദിവസങ്ങളിൽ ബീഫ് തോരനും കോഴിത്തോരനും ഉണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ബീഫ് തോരൻ കഴിക്കുന്നത് തന്നെ. ഇവിടെ നിന്നിട്ട് ഞാൻ നിന്ന് ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ വേറെ എവിടെ ബീഫ് തോരൻ കഴിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്.
ഒരു തോരൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലേ, ഇങ്ങനെ ആയിരിക്കണം തോരൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അല്ലേ, അതിനെക്കാട്ടി വ്യത്യസ്തമായിട്ടാണ് ഇവിടുത്തെ ബീഫ് തോരൻ. നന്നായിട്ടുണ്ട്. അതും ബീഫ് തോരനും ചോറും കൂടി ഇങ്ങനെ കുഴച്ച് കഴിക്കണം. ബീഫ് തോരൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കപ്പയാണ്. പക്ഷേ കപ്പ ഞാൻ ഇതിനു മുന്നേ ഒരിക്കൽ വന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഊണ് കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഊണ് കഴിക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നമ്മുടെ കാലത്തിന് മുന്നേ സഞ്ചരിച്ച വയറൊക്കെ നല്ല രീതിക്ക് നിറഞ്ഞായിരുന്നു. അടിപൊളി ഫുഡാണ്. അത്യാവശ്യം നല്ല എരിയുണ്ട്. പക്ഷേ എരിയുണ്ടെന്നും പറഞ്ഞാൽ നമുക്കിങ്ങനെ മാറ്റി വയ്ക്കാൻ തോന്നത്തില്ല. കാര്യം നമ്മൾ ഒരിക്കൽ കഴിച്ചു തുടങ്ങിയാൽ അതിനുള്ള ഒരു കൊതിയില്ലേ ഇങ്ങനെ കുടികൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ബീഫ് തോരൻ. ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ പന്നി കഴിച്ചായിരുന്നു. പന്നിയും അടിപൊളിയാണ്. പക്ഷേ എനിക്ക് മിസ് ചെയ്തത് കോഴിത്തോരനാണ്. അതിന് വേണ്ടിയിട്ട് ഇനി ഒരു ദിവസം എനിക്ക് വരേണ്ടി വരും. നമ്മളിവിടെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയായിരുന്നേ. അപ്പോൾ ഇവിടെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഊണിന് 50 രൂപയാണ്, പൊരിച്ച മീന് 25 രൂപയാണ്. അപ്പോൾ ഊണും പൊരിച്ച മീനും കൂടി ചേർത്ത് 2 കഷ്ണം പൊരിച്ച മീനും കൂടി ചേർത്ത് 75 രൂപയാണ് വരുന്നത്. പിന്നെ ബീഫ് തോരൻ 100, കപ്പ 20, പന്നിത്തോരൻ 110, ചിക്കൻ തോരൻ 100. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റങ്ങൾ ഇവിടെ ഉള്ളൂ. ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ റേറ്റും വരുന്നത്. ദൂരെ നിന്ന് വരുന്നവർ ഈ നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് വരാനായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഈ കടയുടെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ചന്ദ്രൻസ് ടീ ഷോപ്പ് എന്ന് അടിച്ചു നോക്കിയാൽ തൊട്ടപ്പുറത്തെ ജംഗ്ഷൻ വരെ ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പിൻ പോയിൻ്റ് ചെയ്ത് ഞാൻ ഗൂഗിൾ മാപ്പിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളതെല്ലാം ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.